ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇതൊരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു, വിവോ X200+. അപ്പോൾ അതിൽ ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നിങ്ങൾ സപ്പോസ് അത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. സോ അതിൻ്റെ ചെറിയൊരു വീഡിയോ റിവ്യൂ ആണ്. മെയിൻലി വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫോട്ടോസൊന്നുമില്ല. ഞാൻ യൂഷ്വലി ടോട്ടലി ഫോക്കസ് ചെയ്ത് ആ ഫോൺ വാങ്ങിച്ചത് വീഡിയോസിന് വേണ്ടിയാണ്. സോ കുറച്ച് വീഡിയോസ് ഞാൻ റഫായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല വീഡിയോഗ്രാഫി ഒന്നുമല്ല, ജസ്റ്റ് റഫായിട്ട് അവിടെ നിന്നൊക്കെ എല്ലാ സെറ്റിങ്സൊക്കെ എനേബിൾ ചെയ്തിട്ട് എടുത്ത വീഡിയോ. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ഫോണുമായിട്ട് ബാംഗ്ലൂർ നഗരങ്ങളിലോട്ട് ഇറങ്ങി. രാവിലെ ഇറങ്ങിയാൽ നല്ല വെയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നല്ല വെയിലുള്ള സ്ഥലത്താട്ടോ. ഇവിടുന്ന് നേരെ ഞാൻ പോയത് കോരമംഗലയിലെ നെക്സസ് മോളിലോട്ടാണ്. എന്നിട്ട് അവിടുത്തെ ലൈറ്റിങ്സിലൊക്കെ എങ്ങനെ വീഡിയോസ് വരും എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഓഫ് കോഴ്സ് ലൈറ്റ് നല്ല ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് ആയിരിക്കും. എനിക്കിഷ്ടമായി, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ മൂവ് ആകുന്ന സമയത്തും വലിയ സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ. അങ്ങനെ പിന്നെ വിശക്കാനും തുടങ്ങി. എന്നാൽ പിന്നെ ഫുഡ് കൗണ്ടറിലോട്ട് പോയി പിന്നെ അവിടെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ വാങ്ങിച്ചത് ചിക്കൻ ലോലിപോപ്പ് സ്മോക്കായിരുന്നു. എന്നാൽ പിന്നെ ഈ സ്മോക്ക് ക്യാമറയിൽ പതിയുന്നുണ്ടോ നോക്കി, പതിയുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ വേർട്ടിക്കൽ എടുത്തിട്ട് അതിനെ സൂം ചെയ്തതാണ്. അത് കഴിഞ്ഞ് കുറച്ച് ലോഗിൽ ട്രൈ ചെയ്തു. അതായത് ലോഗ് സെറ്റിംഗ് എനേബിൾ ചെയ്തിട്ട് കളറിങ് ചെയ്ത വീഡിയോസാണിത്. അത് കഴിഞ്ഞ് മാളിൻ്റെ പുറത്ത് വന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. അടുത്ത 21st ആനിവേഴ്സറി ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലോട്ടാണ് പോയത്. ഇതെല്ലാം ആക്ച്വലി സിനിമാറ്റിക് മോഡിൽ എടുത്തതാണ് കേട്ടോ, അതായത് ലോഗ് എനേബിൾ ചെയ്തിട്ട്. അതാണ് ബിഫോർ കളറിങ് ആഫ്റ്റർ കളറിങ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാനങ്ങനെ വലുതായിട്ടൊന്നും കളറിങ് ചെയ്തിട്ടില്ല. അതിൻ്റെ ജസ്റ്റ് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ലോഗിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 1080 പിക്സൽ 30 FPS എടുത്തതാണ്. ഇത് 60 FPS. ഇത് 4K പിക്സൽ 30 FPS, ഇത് 60 FPS, ഇത് 120 FPS എടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 8K പിക്സൽ 30 FPS മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തൊക്കെ കുടിച്ചു. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഇത് ഞാൻ 8K എടുത്തതാണ്. അത് സെയിം സാധനം ഞാൻ പിന്നെ ഡോൾബി വിഷനിൽ ട്രൈ ചെയ്തു. തിങ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈവനിങ് ആയിട്ട് കുറച്ച് വെട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓരോരോ മൂഡിൽ വേറെ എടുത്ത് നോക്കി എന്താണ് ഡിഫറൻസ് എന്ന് കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് സൂം ട്രൈ ചെയ്തു. അതിൻ്റെ ക്ലാരിറ്റി പോകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാം. സൂമിൻ്റെ കാര്യം പറയാനില്ല കേട്ടോ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് വീഡിയോയുടെ കാട്ടിലും നല്ലത് ഫോട്ടോസാണ്. എടുത്ത് കഴിയുമ്പം അതിന് നല്ലൊരു ക്ലാരിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. എന്നിട്ട് HSR ലേഔട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അൽഫാമും പൊറോട്ടയും അപ്പവും മുട്ടക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വണ്ടി വിട്ടു. നല്ലോണം ടയർഡായിരുന്നു. രാവിലെ ഇറങ്ങിയത് ആ വെയിലത്തൂടെ ഫോണും പിടിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിയിട്ട് നല്ലോണം മടുത്തു പോയായിരുന്നു.
പിന്നെ മെയിൻലി പറയാനുള്ളത് ഇതിൻ്റെ ചാർജിങ് ആണ്. പെട്ടെന്ന് ചാർജ് ആവട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇറങ്ങിയത് 11:30, അന്നേരം 100% ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. എത്തിയത് 8 മണിക്കാണ്. 37% ചാർജ് ഉണ്ട്. ഫുൾ ടൈം എൻ്റെ നെറ്റ് ഓൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറങ്ങിയപ്പോൾ തൊട്ട് വരുന്ന വരെ എൻ്റെ വീഡിയോ ആൾമോസ്റ്റ് എപ്പോഴും ഓൺ ആയിരുന്നു. സോ ഇതാണ് ഞാനെടുത്ത എൻ്റെ Vivo X200 Proൻ്റെ കുറച്ച് റഫ് വീഡിയോസ്.